കഴിഞ്ഞ ദിവസം ഇതുപോലെ നിങ്ങൾക്ക് വ്യത്യസ്ത ഫോട്ടോയിലുള്ളവരെ ഒരുമിപ്പിച്ച് ഒരു ഫോട്ടോയിലാക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവില്ലെന്നാണ്. പിന്നെ ഞാൻ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്തപ്പോഴാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവും, പ്രോപ്പറായിട്ട് റിമൂവ് ആവും എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. ഇന്നത്തെ ഈ വീഡിയോയിൽ അത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ്. ഞാൻ ആദ്യം ഇന്നലെ പറഞ്ഞു തന്നത് ഒരു മെത്തേഡാണ്. ഇത് രണ്ടാമത്തെ മെത്തേഡ്. രണ്ടിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ വളരെ പെർഫെക്റ്റായിട്ട് ഇതുപോലെ എഡിറ്റ് ചെയ്യുന്നത് നോക്കാം. അതായത് ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല, അത് എഡിറ്റ് ചെയ്യുന്നത് നോക്കാം. അത് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലേക്കണം അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ഓപ്ഷൻ കൊടുക്കാൻ മറന്നു എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങളെ ഫോൺ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ ഇതിനായിട്ടൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും ഏതാണ് ആപ്ലിക്കേഷൻ എന്ന്. കാണാത്തവർക്കാണ് പറഞ്ഞത്, ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ കാണാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കുറച്ച് നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇതിൽ പ്രോ എന്ന് കാണിക്കും, അത് സ്കിപ്പ് അടിച്ചാൽ മതി. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ടാണ്. ശേഷം ആഡ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരു ഗാലറി പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ടി വരും. അലോ ചെയ്ത് കൊടുക്കുക. ശേഷം ഞാനിപ്പോൾ ആ ഫോട്ടോ എടുക്കുകയാണ്. ഞാൻ ഗാലറി തിരിച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പ്രശസ്തമായ ഏതെങ്കിലും ആ ഫോട്ടോ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് എടുത്തു വെച്ചിരിക്കണം, എന്നാൽ മാത്രമേ വരികയുള്ളൂ. എടുത്തു വെച്ചിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട. നമ്മൾ നേരത്തെ ചെയ്തതിനെക്കാട്ടും ചെറിയ വ്യത്യാസപ്പെട്ട രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്, രണ്ടാമത്തെ മെത്തേഡിൻ്റെ രീതിയിൽ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്രശസ്തമായ ബിഗ് ബോസ് വിന്നറിനെ ഇവിടെ സെലക്ട് ചെയ്യുന്നു. നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച അതേ ഫോട്ടോ തന്നെയാണ്. ശേഷം ശരിയടിക്കുന്നു. ശേഷം നമ്മൾ നേരത്തെ റീസൈസ് ആണല്ലോ ചെയ്തുള്ളത്. അങ്ങനെ റീസൈസ് ചെയ്യാതെ നമ്മൾ ഇതിനെ ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുക. അതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് സാധാരണ പോലെ നമ്മൾ സേവ് ചെയ്താൽ മതി. എന്നിട്ട് ആപ്ലിക്കേഷനിൽ നിന്ന് ബാക്ക് വരിക. എന്നിട്ട് നിങ്ങളെ ഫോട്ടോ എടുക്കുക. നിങ്ങളെ ഫോട്ടോ എടുത്തതിന് ശേഷം ബാക്കി ഞാൻ പറഞ്ഞുതരാം. വീണ്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക. ശേഷം നിങ്ങളെ രണ്ടാമത്തെ ഫോട്ടോ ഇവിടെ എടുക്കുക. നിങ്ങളെ ഫോട്ടോയാണ് രണ്ടാമതായി എടുക്കേണ്ടത്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ഒക്കെ കാണാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ്. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി തന്നെ റിമൂവായി വരുന്നതായി കാണാം. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. നമ്മൾ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. മറ്റത് ആദ്യത്തെ മെത്തേഡ്. എന്നിട്ട് ടിക്ക് അടിക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങളൊന്നും ചെയ്യാനില്ല. ഇവിടെ ചെറിയ പരസ്യങ്ങൾ വരും. ശല്യപ്പെടുത്തുന്ന പരസ്യങ്ങളൊന്നും വരാനില്ല. അതിനുശേഷം റീസൈസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ശരിയടിച്ചാൽ മാത്രമേ ഇവിടെ റീസൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരികയുള്ളൂ. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം 2 പേരെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണക്കിന് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. 2 പേരെ ആഡ് ചെയ്യാൻ കണക്കിനുള്ള റേഷ്യോ സെലക്ട് ചെയ്തതാണ് നല്ലത്. ഞാൻ ഇപ്പോൾ യൂട്യൂബിൻ്റെ റേഷ്യോ ആണ്. നിങ്ങൾക്ക് ഏത് റേഷ്യോ വേണമെങ്കിലും സെലക്ട് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബിൻ്റെതാണ് തിരഞ്ഞെടുക്കുന്നത്. ശേഷം ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. നിങ്ങൾ വേണമെങ്കിൽ രണ്ടാമത്തെ ഇനി പ്രശസ്തമായ നടിയെല്ലതും ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് തിരഞ്ഞെടുക്കുക. ഞാൻ ഇപ്പോൾ അതിന് മുന്നേ ബാക്ക്ഗ്രൗണ്ട് എടുക്കുകയാണ്. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ചില ബാക്ക്ഗ്രൗണ്ട് പർച്ചേസ് ചെയ്യേണ്ടി വരും, ചിലത് പർച്ചേസ് ചെയ്യേണ്ട വരില്ല. അപ്പോൾ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് എടുത്തു. ഇനി നമ്മൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ ഇതിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും.
അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി വെച്ചിരിക്കുന്ന ആ ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട സൈസിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇപ്പം എൻ്റെ അത് ഒരു ഫോട്ടോ ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഇപ്പം എടുത്തത് കൊണ്ടാണ്. നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോയാണ് ഇതുപോലെ വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയോടെ ഇത് കിട്ടുന്നതായിരിക്കും. നല്ല ക്വാളിറ്റിയോടെ തന്നെ കിട്ടുന്നതായിരിക്കും. പരമാവധി അടുത്ത് വെച്ചിട്ട് ഇതുപോലെ രണ്ടുപേരെ അഡ്ജസ്റ്റ് ചെയ്ത് പരമാവധി അടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോൾ കണ്ടില്ലേ. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ കളറും സെലക്ട് ചെയ്യാം. അതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കാണ്. കളർ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഇതുപോലത്തെ കളർ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് സൈസ് ചെറുതാക്കിയാണ്. നമ്മുടെ രണ്ടുപേരെ സൈസ് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അത്രയ്ക്ക് പാടൊന്നുമില്ല. രണ്ടുപേരും അടുത്തിരിക്കുന്ന നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം, ഇങ്ങനെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. അല്ല ഇങ്ങനെയാണ് കൊണ്ടുവയ്ക്കാനുണ്ടെങ്കിൽ അതിനും സാധിക്കുന്നതാണ് നമുക്ക്. ഞാൻ ഈ ഫോട്ടോ ഒന്ന് ലെവൽ ചെയ്തിട്ട് വരാം. പിന്നെ ആളുടെ വലുപ്പം ഇതുപോലെ കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ഈ രീതിയിൽ കുറച്ചോട്ടെ, നിങ്ങളതായിട്ടുള്ള രീതിയിൽ കുറച്ചാൽ മതി. കുറയ്ക്കാനും അനക്കാനും ഇതുപോലെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇതുപോലെ ആയിരിക്കും അത് നിങ്ങൾക്ക് കിട്ടുക. ഇനി ഇവിടത്തെ സേവ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഗാലറിയിലോട്ട് ഡയറക്റ്റ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ രണ്ടാമത്തെ മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ പരിശോധിച്ചത്. രണ്ട് വ്യത്യസ്ത ഫോട്ടോയിലുള്ളവരെ ഒരുമിപ്പിച്ച് ചെയ്യാൻ ഉള്ള രണ്ടാമത്തെ മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഇതിന് മുന്നേ നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാം. പക്ഷെ രണ്ടാമത്തെ മെത്തേഡ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആകുന്നതല്ല, ഇങ്ങനെയും ചെയ്യാം. ഇത് രണ്ട് മെത്തേഡാണ് നമ്മൾ പരിശോധിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാതരം നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക. MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ദേവാഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം രണ്ട് ചാനലിലെ ബെല്ലൈക്കണോടെ കാണാൻ സാധിക്കുന്നതാണ്. രണ്ടും ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ആപ്പ് ലിങ്കെന്നോ അല്ലെങ്കിൽ ബ്ലൂ നിറത്തിൽ ഏതെങ്കിലും ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുന്നതാണ്, എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഗുഡ് ബൈ.